നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേക്ക് ഓവർ നടത്തി ജയിൽ ചാടിയ ഗോവിന്ദചാമി മണിക്കൂറുകളോളം പോലീസിന്റെ വായിൽ വിരലിട്ട് കറക്കിയെന്ന് വേണം പച്ചയ്ക്ക് പറയാൻ. കണ്ണൂർ ജയിലിൽ തെളിവെടുപ്പ് നടത്തി വാനിലേക്ക് കയറ്റിയപ്പോൾ മാധ്യമങ്ങളെ കൈവീശി കാണിക്കുകയായിരുന്നു ഗോവിന്ദചാമി. അതും പോലീസുകാർ ഇരിക്കെ തന്നെ. ഞാൻ ഇനിയും ജയിൽ ചാടുമെന്ന് അവൻ പറയാതെ പറയുകയാണ്. ഇനി ഒരു തവണ കൂടി ഗോവിന്ദചാമി ജയിൽ ചാടിയാൽ പിന്നെ സംഭവിക്കുന്നത് മറ്റൊരു സൗമ്യ ദുരന്തമായിരിക്കും. വെറി പിടിച്ച ലൈംഗിക ആസക്തിയുള്ളവനാണ് ഗോവിന്ദചാമി. ഒരു പെണ്ണിനെ കണ്ടാൽ തന്നെ അവൻ ഉദ്ധാരണമുണ്ടാകും. ഇത് പറഞ്ഞിരിക്കുന്നത് അവനെ പരിശോധിച്ച ഡോക്ടർ തന്നെയാണ്. രക്തപരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കാൻ ചെന്ന ലാബ് ടെക്നീഷ്യൻ ഉണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുകയാണ് ഡോക്ടർ. കയ്യിൽ കിട്ടിയ പാടെ പോലീസ് അവന്റെ കൈ തല്ലി ഓടിച്ചിട്ടുണ്ട്. പോലീസുകാർ മാറിയും തിരിഞ്ഞും കൈവയ്ക്കുന്നത് കൈപ്പത്തിയില്ലാത്ത അവന്റെ ഉരുക്ക് കൈക്കിട്ട് തന്നെയാണ്. തൊട്ടാലുടനെ ഉദ്ധാരണം ഉണ്ടാകുന്ന ലൈംഗികാസക്തിക്കുടമ പത്തിയില്ലാത്ത ഗോവിന്ദചാമിയുടെ കൈക്ക് അസാമാന്യമായ കരുത്ത്. ഒറ്റക്കൈ മാത്രമാണുള്ളതെങ്കിലും ജയിലിലെ പടുകൂറ്റൻ മതിൽ പുഷ്പം പോലെ മറികടക്കാനായത് അതുകൊണ്ടായിരിക്കാമെന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പ്രൊഫസറും പോലീസ് സർജനുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദചാമിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു ഹിതേഷ് ശങ്കർ. അന്ന് ആ കൊടും ക്രിമിനലിനെ പരിശോധിച്ച് കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് അദ്ദേഹത്തിന്റെ മൊഴികളും കണ്ടെത്തലുകളുമായിരുന്നു. ഡോക്ടർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, അത്രത്തോളം കാമവെറി പിടിച്ചവരാണ് ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന്. അറസ്റ്റിലായ ഗോവിന്ദചാമിയെ പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ് അവന്റെ ലൈംഗിക ആസക്തിയുടെ അളവ് എത്രത്തോളമാണ് എന്നുള്ളത്. പോലീസുകാരെ മുഴുവൻ പുറത്താക്കി ലാബ് ജീവനക്കാരുൾപ്പെടെ കുറച്ചുപേർ മാത്രമാണ് പരിശോധനാ മുറിയിൽ ഉണ്ടായിരുന്നത്. പരിശോധനയുടെ ഭാഗമായി വനിതാ ലാബ് ടെക്നീഷ്യൻ രക്തം ശേഖരിക്കുന്നതിനായി അയാളുടെ കയ്യിൽ സ്പർശിച്ചു. ആ ഒരൊറ്റ സ്പർശനം കൊണ്ട് തന്നെ അയാൾക്ക് ഉത്തേജനമുണ്ടായി എന്ന് വ്യക്തമായി. സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല. പ്രതിക്ക് ഒരു പെൺകുട്ടിയെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ കഴിവുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയായി ഞാൻ ഇക്കാര്യം രേഖപ്പെടുത്തി. സംഭവ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദചാമി വിശദമായി പറയുകയും ചെയ്തിരുന്നു. ബാഗ് തട്ടിപ്പറിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി പിടിവലി നടത്തിയപ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും സ്പർശിച്ചു. അതോടെ മോഷണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ രേഖപ്പെടുത്തി. ഇതെല്ലാം പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമായി. ഡോക്ടർ പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമായി അവൻ എത്രത്തോളം മൃഗമാണ് എന്നുള്ളത്. ഒരു സ്ത്രീ സ്പർശിച്ചപ്പോൾ തന്നെ ഇതാണ് അനുഭവമെങ്കിൽ ഇതുപോലെ എത്രയോ സ്ത്രീകൾക്ക് നേരെ ഗോവിന്ദചാമി അതിക്രമം നടത്തിയിട്ടുണ്ടാകും. അതിലൊരു കേസിൽ കേരളത്തിൽ നടന്ന സംഭവത്തിൽ മാത്രമാണ് അകത്തായി പോയത്. അവിടെ നിന്നും കൃത്യം നടത്തി അങ്ങ് രക്ഷപ്പെടാമെന്നാണ് കരുതിയത്. പക്ഷേ അടപടലം പൂട്ടുകയായിരുന്നു പോലീസ്. വൈകല്യമുണ്ടെങ്കിലും സാധാരണ വ്യക്തികൾക്കുള്ളതിനേക്കാൾ ശക്തി ഗോവിന്ദചാമിയുടെ കൈകൾക്കുണ്ട് എന്ന് ഡോക്ടറും പറയുന്നു. കൂറ്റൻ മതിലിൽ തുണി കൊണ്ടുണ്ടാക്കിയ വടത്തിൽ തൂങ്ങിക്കയറാൻ കഴിഞ്ഞതും ഇതുകൊണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറയുന്നു. സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ വൈകല്യമുള്ള കൈയുടെ സപ്പോർട്ടോടെ വലതു കൈകൊണ്ട് ഇയാൾ എല്ലാം ചെയ്യും. അന്നത്തെ പരിശോധനയിൽ വൈകല്യമുള്ള ഇടത് കൈയുടെ മസിലുകൾക്ക് നല്ല ശക്തിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കൈപ്പത്തിയില്ല എന്നത് മാത്രമാണ് ആകെയുണ്ടായിരുന്ന പ്രശ്നം. ആ കൈ ഉപയോഗിച്ചാണ് ട്രെയിനിൽ നിന്ന് വീണ പെൺകുട്ടിയെ എടുത്ത് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ പിടിച്ചു തൂങ്ങിക്കയറാനും ചാടിയിറങ്ങാനും ഗോവിന്ദചാമിക്ക് കഴിവുണ്ടായിരുന്നു. ആ കഴിവായിരിക്കും തുണിവടത്തിൽ തൂങ്ങി മതിലിനു മുകളിലെത്താൻ അയാളെ സഹായിച്ചതും. ട്രെയിനുകളിൽ ഇങ്ങനെ തൂങ്ങിക്കയറിയും തൂങ്ങിയിറങ്ങിയും ഗോവിന്ദചാമിയുടെ ശരീരത്തിന് പിറകിലെ മസിലുകൾക്കും അസാധാരണ ശക്തി ഉണ്ടായിരുന്നുവെന്നും ഹിതേഷ് ശങ്കർ പറയുന്നു. ദേഹപരിശോധന നടത്തിയാൽ ജയിൽ ചാട്ടത്തിനായി മതിലിൽ കയറിയപ്പോഴുണ്ടായ ഉരഞ്ഞതും മറ്റു പാടുകളും കണ്ടുപിടിക്കാൻ കഴിയുമെന്നും ഡോക്ടർ പറയുന്നു. ചോറ് കഴിക്കാതെ ശരീരത്തിന്റെ വണ്ണം കുറച്ചതും വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് ഹിതേഷ് പറയുന്നു. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ചോറ് കുറച്ചാൽ ശരീരഭാരവും വലിപ്പവും കുറയും. ചോറിന് പകരം ചപ്പാത്തിയും അതിനൊപ്പം ഇറച്ചിയും ഉൾപ്പെടെയുള്ള കറികളും കൂടിയാകുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും. ശരീരത്തിനും മസിലുകൾക്കും ഒരു തരത്തിലുമുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. അമിതമായ ലൈംഗികാസക്തിയുള്ള ആളായിരുന്നു ഗോവിന്ദചാമി എന്ന് ഡോക്ടർമാർ, അതായത് ഇയാളെ പരിശോധിച്ച ഡോക്ടർമാരും പോലീസുകാരും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം ക്രിമിനലാണ്. ലൈംഗികാസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ആരെയും കീഴ്പ്പെടുത്തും. പ്രായമോ ഒന്നും തന്നെ നോക്കാതെ അവരെ കടന്നാക്രമിക്കുന്ന ഒരു പ്രകൃതക്കാരൻ തന്നെയാണ് ഗോവിന്ദചാമി എന്ന്
ഇയാളെ അടുത്തറിഞ്ഞിട്ടുള്ളവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഗോവിന്ദചാമിയെ തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോൾ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിയോടെയായിരുന്നു ഇയാളെ പള്ളിക്കുന്നിലെ ജയിലിലെത്തിച്ചത്. വലിയ ജനക്കൂട്ടം ഈ സമയത്ത് ജയിൽ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബന്ദവസിലാണ് പോലീസ് ഇയാളെ ജയിലിനുള്ളിൽ എത്തിച്ചത്. ജയിലിൽ നിന്ന് എങ്ങനെയാണ് പുറത്തിറങ്ങിയതെന്നും മതിൽ ചാടിക്കടന്നത് എങ്ങനെയാണെന്നും ഇയാൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിട്ടുണ്ട്. യാതൊരു കൂസലുമില്ലാതെയാണ് ഇയാൾ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. തുടർന്ന് ഗോവിന്ദചാമിയെ ജയിലിന് പുറത്തെത്തിച്ച് പോലീസിന്റെ വാഹനത്തിൽ കയറ്റി തിരികെ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോകാനായി പോലീസ് വാനിൽ കയറ്റിയിരുത്തിയ സമയത്ത് വാനിന്റെ ജനാലയിൽ കൂടി ഗോവിന്ദചാമി ജനക്കൂട്ടത്തിനും മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൈവീശി കാണിച്ചു. എന്തായാലും ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നോർത്ത് സോൺ ജയിൽ DIGയുടെ വിലയിരുത്തലുണ്ട്. രാത്രിയിലെ ഡ്യൂട്ടിക്കായി 3 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. ഇവർ 3 പേരും ഉറങ്ങിപ്പോയി എന്നാണ് കരുതുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനും ഉറങ്ങിപ്പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. സെല്ലിനകത്ത് പ്രതികൾ ഉണ്ടോ എന്ന് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥർക്കുണ്ട്. അതും നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഗോവിന്ദചാമിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇയാളെ അയച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.